ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മളെല്ലാവരും വീട്ടിൽ നാരങ്ങവെള്ളമൊക്കെ തയ്യാറാക്കില്ലേ. അപ്പോൾ ഒരു തവണയെങ്കിലും വെറൈറ്റി ആയിട്ട് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കസ്കസൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്ന സമയം അതിൻ്റെ കുരു ഒന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒരു കയ്പരസം ഉണ്ടാകും. ഇനി ഇതുപോലെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുക. പുതിനയിലയൊക്കെ ചേർത്ത് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കും. സമയം കൊണ്ട് തന്നെ കസ്കസ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ഗ്ലാസ്സിലേക്കും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളെ നാരങ്ങ വെള്ളം റെഡിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക്